ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 20-ാം അധ്യായം 27-ാം വാക്യം. അവിശ്വാസിയാകാതെ വിശ്വാസി ആയിരിക്കുക. ഇന്ന് ദുഃഖാന തിരുനാളാണ്. തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുന്നു. പ്രത്യേകിച്ച് തോമസ് നാമധാരികൾക്ക് നാമഹേതുക തിരുനാളിന്റെ പ്രാർത്ഥന ആശംസകളും നേരുകയാണ്. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണിത്. സഭാദിനം അല്ലെ. നമ്മളൊക്കെ മാർത്തോമ ക്രിസ്ത്യാനികൾ എന്നാണ് അറിയപ്പെടുന്നത്. തോമാസ് ശ്ലീഹായിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച് ആ വിശ്വാസത്തിൽ ജീവിക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് ഈ ദുഃഖാന തിരുനാള് നമ്മുടെയൊക്കെ ഫീസ്റ്റാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിനം കൂടിയാണ്. ഇന്നത്തെ ദിനത്തില് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനഭാഗം എന്ന് പറയുന്നത് എന്താണ്? അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. ഈശോ തോമാസ് ശ്ലീഹായോട് പറയുന്ന വാക്കുകളേതല്ലേ? ഈശോ ഉദ്ധാനം ചെയ്തതിനു ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമാസ് ശ്ലീഹ അവിടെ ഉണ്ടായിരുന്നില്ല. ഈശോ പ്രത്യക്ഷപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ തോമാസ് ശ്ലീഹായ്ക്ക് ഭയങ്കര വിഷമമായി. ഈ വിഷമത്തിൽ നിന്ന് തോമാസ് ശ്ലീഹ പറഞ്ഞു, ഞാൻ അവനെ കാണണം, അവന്റെ വിലാവിൽ എൻ്റെ കൈ വെക്കണം, എന്നാൽ മാത്രമേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഈശോ പ്രത്യക്ഷപ്പെടുകയാ. എന്തിനു വേണ്ടിയാ? തോമായെ കാണാൻ വേണ്ടി. പ്രത്യക്ഷപ്പെട്ട ഉടനെ തോമായെ അടുത്ത് വിളിച്ച് അവനോട് പറയതേ, നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. സ്നേഹമുള്ളവരെ, ഇത് വിശ്വാസക്കുറവായിട്ട് ചിലരെങ്കിലുമൊക്കെ പറയാറുണ്ട്. പക്ഷെ അതൊരിക്കലും ഒരു വിശ്വാസക്കുറവല്ല, മറിച്ച് ആഴമായ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ദൈവത്തില് അടിയുറച്ച് വിശ്വസിച്ച ഒരു വ്യക്തി തന്നെയാണ് തോമാസ് ശ്ലീഹ. പക്ഷെ അവിടെ ഒരു വാശി തോമാസ് ശ്ലീഹ പിടിക്കുകയാണ്. കാരണം ഈശോ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ കാണാതെ ഈശോ പോകത്തില്ല. സ്നേഹത്തിൽ നിന്ന് ഉണ്ടായ ഒരു അവിശ്വാസം. സ്നേഹമുണ്ട്, ഭയങ്കര ഇഷ്ടമായിരുന്നു തോമാസ് ശ്ലീഹായ്ക്ക് ഈശോയോട്. അതുകൊണ്ടാണ് സ്നേഹത്തോടുകൂടിയാണ് അവൻ ഈ വാശി പിടിക്കുന്നതും. 8 ദിവസങ്ങൾക്ക് ശേഷം ഈശോ പ്രത്യക്ഷപ്പെടുന്നത് എന്തിനു വേണ്ടിയാ? തോമാസ് ശ്ലീഹായെ കാണാൻ വേണ്ടി. തോമാസ് ശ്ലീഹായുടെ വാശിക്ക് മുൻപില് തോൽവി സമ്മതിച്ചുകൊണ്ട് ഈശോ പ്രത്യക്ഷപ്പെട്ട് അവന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ ഒരു വാശിയൊക്കെ ഉണ്ടാവണം. തോമായുടെ മക്കളാണ് നമ്മള്. തോമാസ് ശ്ലീഹായെ പോലെ വാശി പിടിക്കാൻ പറ്റണം. എന്തിനാ വാശി പിടിക്കുന്നത്? വിശ്വാസം കുറഞ്ഞിട്ടുള്ള വാശിയല്ല, മറിച്ച് ആഴമായ വിശ്വാസത്തോടെ സ്നേഹത്തോടെ ദൈവത്തോട് വാശി പിടിക്കാനായിട്ട് നിനക്ക് സാധിച്ചാല് നീ ആഗ്രഹിക്കുന്ന കാര്യം നിന്റെ ജീവിതത്തില് നേടിയെടുക്കാനായിട്ട് പറ്റും. വാശി പിടിച്ചു പ്രാർത്ഥിക്കണം. നീ വാശി പിടിച്ച് സ്നേഹത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചാല് ദൈവം തോറ്റ് നിന്റെ മുൻപിൽ വരും. നീ ആവശ്യപ്പെടുന്ന കാര്യം നിനക്ക് ദൈവം ചെയ്തു തരും. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും തോമാസ് ശ്ലീഹായെ പോലെ ആഴമായ വിശ്വാസത്തോടെ ഈശോയോട് വാശി പിടിച്ച് പ്രാർത്ഥിക്കാം. അവനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാം. ഈ സ്നേഹത്തിൽ നിന്നുകൊണ്ട് അവനോട് നമ്മുടെ ആവശ്യങ്ങൾ ഏറ്റു പറയുവാനായിട്ട് വിശ്വാസത്തോടെ അവനോട് ചേർന്ന് നിന്നുകൊണ്ട് യഥാർത്ഥ ക്രൈസ്തവനായി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.